ഈ ഒരു കേക്ക് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സ്പഞ്ച് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയിലേക്ക് കുറച്ച് വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാരീസിന്റെ സൂപ്പർ ഫൈൻ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ഡിസോൾവ് ആയി കിട്ടും. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പും കൂടെ അടഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വളരെ പതിയെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് സ്റ്റൗ ടോപ്പിലോ അതല്ലെങ്കിൽ അവനിലോ വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കിന് നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 എഗ് വൈറ്റ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാരീസ് സൂപ്പർ ഫൈൻ ഷുഗറും ഒരു നുള്ളു ഉപ്പും 1.5 ടീസ്പൂൺ നാരങ്ങനീരും ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ വെക്കുന്ന പാത്രം താഴെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും ടച്ച് ചെയ്യരുത് കേട്ടോ. ഇനി ഇത് പതിയെ പതിയെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇത് ഇതുപോലെ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവും. അന്നേരം ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 80% ചൂടാറിയ ശേഷം നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ബീറ്ററിന് വേണമെന്നില്ല, വിസ്ക് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വിപ്പിംഗ് ക്രീമിന്റെ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് ആണ് വരുന്നത്. ഇത് മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാന്ന് ഒരാളും പറയില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.